ഹായ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ മനസ്സിലിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചോദ്യം എന്താണ്, യൂണിവേഴ്സ് അതിന് തരുന്ന ഉത്തരം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഷഫിൾ ചെയ്ത് വന്നിരിക്കുന്ന കാർഡ്സ് എന്താണെന്ന് നോക്കാം. ജഡ്ജ്മെൻറ്റ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്, 10 of swords, പേജ് ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങൾ ലൈഫിൽ വളരെ വിഷമം പിടിച്ച ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൻ്റെ പ്രതീക്ഷ തന്നെ നശിച്ച് ഇനി എങ്ങോട്ട് എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടും ഇവിടെ വ്യക്തമാണ്. എല്ലാ പ്രതീക്ഷകളും ജീവിതത്തിൻ്റെ അസ്തമിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ബന്ധങ്ങളിൽ നിന്നും പറ്റിയ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ സാമ്പത്തികമായി തകർന്ന എന്തെങ്കിലും അവസ്ഥയായിരിക്കാം നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായത്. എന്തായാലും നിങ്ങൾ വളരെയേറെ ദുഃഖിതനായിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. യാതൊരു പ്രതീക്ഷയും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. ഒട്ടും ഒരു സന്തോഷകരമല്ലാത്ത, അല്ലെങ്കിൽ മുന്നോട്ട് തന്നെ നീങ്ങാൻ നിങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ലാതെ നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ചേഞ്ചിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ടുള്ളൊരു പരിവർത്തനത്തിൻ്റെയും സ്വയം ഒരു വിലയിരുത്തലിൻ്റെയും ആവശ്യം ഇവിടെ കാണുന്നുണ്ട്. യൂണിവേഴ്സ് അതുതന്നെയാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നതും. ആ ഒരു രീതിയിൽ നിന്ന് നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാകാനോ അല്ലെങ്കിൽ പുതിയ ഒരു സംരംഭത്തിനോ ഇൻവെസ്റ്റ്മെൻറ്റിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതിനായി പടയൊരുക്കി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പേഴ്സണാലിറ്റിയുടെ ഉടമയാകാനും സാധിക്കുന്നതാണ്. നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റാത്തതും, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ പ്രകോപിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു പ്രകോപനവും ഇല്ലാതെ ശാന്ത സ്വഭാവനായിട്ടും നല്ല ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു വ്യക്തിത്വത്തിനുടമയായിട്ട് മാറാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തു തന്നെയായാലും ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിച്ചേ മതിയാകൂ. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്ത് ഡ്രീം തന്നെയായാലും നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ആ ഒരു ഡ്രീമിലേക്ക് കുതിച്ചുകൊണ്ട് നീങ്ങാൻ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അത് ലൈഫിൻ്റെ ഒരു പാസ്റ്റായി കണക്കാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചറുണ്ട്, അതൊരു ബ്രൈറ്റ് ആക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. മുന്നോട്ട് നീങ്ങാൻ പരിവർത്തനത്തിൻ്റെ പാത സ്വീകരിക്കാൻ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. എൻ്റെ റീഡിംഗ് നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ നിങ്ങളുടെ കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഒരു ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്തുകൊണ്ട് സ്പിരിച്വലി കണക്ട് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാനാണ് പറയുന്നത്. ഒരിക്കലും ഒരു ഇലൂഷനെ ഫോളോ ചെയ്യരുത്. നമ്മൾക്ക് എപ്പോഴും സ്പിരിച്വലി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സാധ്യതയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മൂവ് ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.